ഹലോ DBC ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ ഫാമിലി ആയിട്ട് നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു വിഷ്ണു ക്ഷേത്രത്തിലേക്ക് പോവാണ് കേട്ടോ. അപ്പം കണ്ടോ, ഞങ്ങൾ രണ്ടുപേരും റെഡി ആയിട്ടുണ്ട്. മീനുട്ടി പുതിയ ഡ്രസ്സും പുതിയ ഹെയർ ബോ ഒക്കെ വെച്ച് സുന്ദരി കുട്ടിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആളാണ് പറയണേ, ഇവിടെ ഇരുന്ന് ബോറടിച്ചു, വെക്കേഷൻ എൻ്റെ വീട്ടിൽ വന്നതാണ്, അപ്പോൾ നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ അടുത്ത് തന്നെ ആയതുകൊണ്ട് തന്നെ നമ്മളൊരു ഓട്ടോയ്ക്കാണ് കേട്ടോ പോയത്. വീട്ടിൻ്റെ വളരെ അടുത്തുള്ളൊരു ക്ഷേത്രമാണ്. പിന്നെ ഈ മാസത്തിനൊരു പ്രത്യേകതയുണ്ട്. ഈ മാസം മഹാവിഷ്ണുവിന് വളരെ പ്രധാനപ്പെട്ട ഒരു മാസമാണ്. അപ്പം അതിൻ്റെ പേര്, ഈ മാസത്തിനൊരു പേരും പറയും. അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടണം കേട്ടോ. പിന്നെ അതുകൊണ്ട് തന്നെ ഈ പ്രത്യേകിച്ച് ഈ ഒരു മാസത്തിൽ നമ്മൾ മഹാവിഷ്ണു ക്ഷേത്രം നടത്തുന്നത് വളരെ വിശേഷമാണ്. അത് പ്രത്യേകിച്ച് ഗുരുവായൂരോ അല്ലെങ്കിൽ നമ്മൾ അടുത്തുള്ള ഏതെങ്കിലും ഒരു മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോകുന്നത് വളരെ പ്രധാനമാണ് കേട്ടോ. നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ അറിയുമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടണം കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ അമ്പലം. ഞാൻ ഒത്തിരി ഒന്നും അകത്തൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. മഹാവിഷ്ണുവാണ് പ്രധാന പ്രതിഷ്ഠ, ഞാൻ പറഞ്ഞല്ലോ. ഇതാണ് ക്ഷേത്രക്കുളം കേട്ടോ. അപ്പം മീനുട്ടി പറഞ്ഞു, മീനുട്ടിക്ക് അവിടെ കാണാമെന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് പോയി അവിടെയൊക്കെ കണ്ടു, ചുറ്റി കറങ്ങി കണ്ടു. വെള്ളത്തിൽ ഇറങ്ങിയൊന്നുമില്ല കേട്ടോ. നല്ല ഭംഗിയുണ്ട്, നല്ല സ്ഥലമുണ്ട്. പിന്നെ ഇതാണ് ഇവിടുത്തെ ആൽവൃക്ഷം. നിങ്ങൾക്ക് ഇതിൻ്റെ പ്രാധാന്യം അറിയുമെന്ന് എനിക്കറിയില്ല. അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ആൽമരത്തിന് പ്രദക്ഷിണം വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ശുദ്ധവായു കിട്ടുന്നുള്ളതാണ് കേട്ടോ. അപ്പം ഇത് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഏതൊരു അമ്പലത്തിൽ പോകുമ്പോഴും നിങ്ങൾ മറക്കാതെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇത് വലം വെക്കുമ്പോൾ നിങ്ങൾക്ക് മൂലതേ ബ്രഹ്മരൂപായ, മധ്യതേ വിഷ്ണുരൂപിണെ, അഗ്രജേ ശിവരൂപായ, വൃക്ഷരാജായ നാമ എന്നുള്ള മന്ത്രവും നിങ്ങൾക്ക് ചൊല്ലാം. നിങ്ങൾക്ക് ഏറ്റവും നല്ല ഓക്സിജൻ കിട്ടുന്ന ഒരു സോഴ്സാണ് ആൽമരം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇനി അമ്പലത്തിൽ പോകുമ്പം ഒരിക്കലും അത് മിസ് ചെയ്യരുത്. പിന്നെ ഈ അമ്പലത്തിനടുത്ത്, ഈ അമ്പലം സ്ഥിതി ചെയ്യുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മലപ്പുറത്ത് വള്ളിക്കുന്ന് പറഞ്ഞ സ്ഥലത്ത്, അവിടെ അടുത്തുള്ള രവിമംഗലം എന്ന് പറഞ്ഞിട്ടുള്ള മഹാവിഷ്ണു ക്ഷേത്രമാണ് കേട്ടോ. അവിടെ മഹാവിഷ്ണു ഉണ്ട്, തൊട്ടടുത്ത് മാറിയിട്ട് ശിവഭഗവാനും മഹാദേവനും ഉണ്ട്. അപ്പം ഇത് മഹാദേവൻ്റെ ഒരു അമ്പലമാണ്, തൊട്ടടുത്ത് തന്നെയാണ്. നല്ല രസമാണ് കേട്ടോ. ഇപ്പം അടുത്ത് റിനോവേറ്റ് ചെയ്തതുകൊണ്ട് തന്നെ പുനഃപ്രതിഷ്ഠയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തന്നെ വളരെ ഭംഗിയായിട്ട് ആണ് കേട്ടോ. പെയിൻറ്റിങ് കാര്യങ്ങളൊന്നും തന്നെ പോയിട്ടില്ല. നല്ല പുതിയൊരു അമ്പലം പോലെയാണ് അവിടെയൊക്കെ ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പം ഞങ്ങൾ നന്നായിട്ട് തൊഴുതു കുറച്ച് നേരം. പിന്നെ ഇവർ മീനുട്ടിയും എൻ്റെ അമ്മാവൻ്റെ മോളാണ് ശരണേച്ചി. ഇവരൊക്കെ ആദ്യമായിട്ട് വരുന്നത് കൊണ്ട് തന്നെ അവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവിടുത്തെ അമ്പലമൊക്കെ. പിന്നെ ഞാൻ എപ്പോഴും അമ്പലം വ്ളോഗ് എന്താണ് ചെയ്യണതെന്ന് നിങ്ങൾ ആരും വിചാരിക്കേണ്ട. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഏറ്റവും കൂടുതൽ പോകാറുള്ളത് അമ്പലത്തിലാണ്. അതുകൊണ്ടാണ്. പിന്നെ തമിഴ്നാട്ടിലെ അമ്പലങ്ങളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു സോ മച്ച്.